നമസ്കാരം. കൊല്ലവർഷം 1200 ചിങ്ങമാസത്തിൽ അനുഭവത്തിൽ വരാനിടയുള്ള ഫലങ്ങളാണ് ഇനി പറയുന്നത്. കൊല്ലവർഷം 1199 കർക്കടക മാസം 32-ാം തീയതി, അതായത് ഓഗസ്റ്റ് മാസം 16-ാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് 7:46 പൂരാട നക്ഷത്രം 2-ാം പാദത്തിൽ ധനുക്കൂറിലാണ് ചിങ്ങരവി സംക്രമം സംഭവിക്കുന്നത്. ഈ മാസത്തിൽ സ്വാഭാവികമായും സൂര്യൻ ചിങ്ങത്തിലും, ചൊവ്വ ഓഗസ്റ്റ് മാസം 26 വരെ ഇടവത്തിലും തുടർന്ന് മിഥുനത്തിലും, ബുധൻ ഓഗസ്റ്റ് 22 കർക്കിടകത്തിലും സെപ്റ്റംബർ 4 ചിങ്ങത്തിലും പ്രവേശിക്കും. ശുക്രൻ സെപ്റ്റംബർ 4 കന്നിയിലേക്ക് പ്രവേശിക്കും. മറ്റ് ഗ്രഹങ്ങൾക്കൊന്നും ഈ മാസം ഗ്രഹപ്പകർച്ച ഉണ്ടാവില്ല. സംക്രമ സമയത്ത് ഭാഗ്യതാരക സ്ഥിതി മകം നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിലാണ്. അതനുസരിച്ച് സ്റ്റെല്ലാർ അസ്ട്രോളജി കൂടി ഉൾപ്പെടുത്തി ഗണിച്ചെടുത്ത ഫലങ്ങളാണ് ഇവിടെ ചേർക്കുന്നത്. പൊതുവായിട്ടുള്ള ഫലങ്ങളാണ് ഇനി പറയുന്നത്. ഓരോ വ്യക്തിയും ജനിച്ച ജനന സമയം, ലഗ്നം, അവരുടെ ദശ അപഹാരകാലങ്ങൾ, ചാരവശാൽ അനുഭവിക്കുന്ന ഫലങ്ങൾ, ഇവയെല്ലാം അനുസരിച്ച് ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിൽ ഉണ്ടാകാമെങ്കിലും പൊതുവായി എല്ലാവർക്കും ഓരോ നാളുകാർക്കും കൂടുതലായി അനുഭവത്തിൽ വിടാനിടയുള്ള ഫലങ്ങളാണ് ഇനി പറയുന്നത്. അത്തം. മറ്റുള്ള ആൾക്കാരുമായിട്ട് ചെറിയ കലഹത്തിന് സാധ്യതയുണ്ട്. ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിൽ ഇടപെടേണ്ടതായിട്ട് വരും. മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങി ചില ജോലികൾ ചെയ്യേണ്ടതായിട്ട് വരും. ഇവർക്ക് പിതാവുമായി അകന്നു കഴിയുക, പിതാവിന് അരിഷ്ടതകൾ ഉണ്ടാവുക മുതലായ ദോഷങ്ങൾ അനുഭവത്തിൽ വരുന്നതിനും സാധ്യതയുണ്ട്. ബന്ധുജന സഹായത്തിന് ശ്രമിക്കുന്നവർക്ക് അത് ലഭിച്ചു എന്ന് വരില്ല. തുടർന്ന് അവരുമായി അകൽച്ചയുണ്ടാവുക, മാനസിക വിഷമം നേരിടുക മുതലായവ ഉണ്ടാവാം. കാർഷിക വൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അതിൽ നിന്നുള്ള ധനലാഭം പ്രതീക്ഷിക്കാം. ഇൻ്റർവ്യൂകളിൽ വിജയിക്കുന്നതിന് സാധ്യതയുള്ള കാലമാണ്. അതിനാൽ ഉദ്യോഗാർത്ഥികൾക്ക് ഈ മാസം അനുകൂലമാണ്. സർക്കാർ ജോലി ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. നിയമനത്തിന് കാത്തിരിക്കുന്നവർക്ക് നിയമനം ലഭിക്കാം. പ്രണയബന്ധങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ചെറിയ തിരിച്ചടികൾ ഈ മാസം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിതത്തിലും ചെറിയ അരിഷ്ടതകൾ ഉടലെടുക്കാം. ദോഷശമനത്തിനായി ധർമ്മശാസ്താവിനെയാണ് ഭജിക്കേണ്ടത്. ശനിയാഴ്ചകളിൽ ഇവർ നിർബന്ധമായും ധർമ്മശാസ്താവിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും ക്ഷേത്രത്തിൽ തൊഴുത് പ്രാർത്ഥിക്കുക, നെയ്വിളക്ക് കത്തിക്കുക, എള്ളുകിഴി കത്തിക്കുക മുതലായവ ചെയ്യുന്നത് ഗുണപ്രദമാണ്.